താലിയോഗം. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രണ്ടുപേരും കുറച്ചധികം സമയം അങ്ങനെ തന്നെ കിടന്നു. കുറച്ചു കഴിഞ്ഞ് നന്ദു കണ്ണുകൾ തുറന്ന് താടി അവന്റെ നെഞ്ചിൽ കുത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. ചുണ്ടിലൊരു ചെറിയ പുൻസിരിയുണ്ട്. മനോഹരമായ പുൻസിരി. അവളെ കൊതിപ്പിക്കുന്ന പുൻസിരി. നുണക്കുഴിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ചിരി. അജുട്ടാ. പതിയെ അവന്റെ ചിരിയിലേക്ക് നോക്കി ഹസ്കി വോയിസിൽ അവളൊന്ന് വിളിച്ചു. അജു കണ്ണുകൾ തുറന്ന് നെഞ്ചിൽ കിടന്ന അവനെ വശ്യതയോടെ നോക്കുന്നവളെ ഒന്ന് നോക്കി. അജോളെ ബെഡിലേക്ക് മറിച്ചിട്ട് അവൾക്ക് മുകളിൽ കിടന്നു. നിനക്കും മതിയായില്ലേ? അവനൊരു ചിരിയോടെ ചോദിച്ചു. ചുണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ചിരിക്കും മാറ്റുകൂടി. നന്ദു ഒന്ന് ചിരിച്ചു. ഇത് ഞാൻ അതിനെ വിളിച്ചതല്ല. പറയുമ്പോൾ അവളൊന്ന് വിളിച്ചു. അജു പൂരികൻ ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എന്താണെന്നറിയില്ല, അജുവേട്ടാന്ന് വിളിക്കുമ്പോൾ എന്തോ പോലെ. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അജുവേട്ടാന്ന് വിളിക്കാം. നമ്മൾ മാത്രമുള്ളപ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ വിളിക്കട്ടെ. അവളൊരു ചിരിയോടെ ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറയുമ്പോൾ അജുവയുടെ മൂക്കിൽ വേദനിപ്പിക്കാതെ ഒന്ന് കടിച്ചു വിട്ടു. മറ്റുള്ളവരെ കാണിക്കാനാണോടി നീ അജുവേട്ടാന്ന് വിളിക്കുന്നത്? അവനൊരു പുരികം പൊക്കി ഗൗരവത്തിൽ ചോദിച്ചു. അങ്ങനെയല്ല, എന്നാലൊരു ബഹുമാനം തോന്നിക്കാൻ അങ്ങനെയൊക്കെ വിളിക്കാം. പക്ഷെ അജു എന്നൊക്കെ വിളിച്ച് ശീലിച്ചുകൊണ്ടാവാം ഇപ്പോൾ അജുവേട്ടാന്ന് മുഖത്ത് നോക്കി വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. അവളത് പറഞ്ഞുകൊണ്ട് നിളിച്ചു. അജു അവളുടെ മുകളിൽ നിന്നും പതിയെ എഴുന്നേറ്റ് ബെഡിലിരുന്നു. ആ, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കുക. പക്ഷെ നേരത്തെ വിളിച്ച പോലെ അജൂട്ടാന്നുള്ള വിളി അത് നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം മതി. അവൻ ആർദ്രമായി പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നന്ദ അവൾക്ക് മുകളിലെ പുതപ്പ് ഒന്നുകൂടെ നേരെ ആയിക്കൊണ്ട് അവന് നോക്കി ചിരിയോടെ കിടന്നു. അജൂട്ടാ. അവൻ ടവലെടുത്ത് ബാത്റൂമിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള ആ വിളി. അജു അവിടെ നിന്ന് പതിയെ തലയിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഒരു കള്ള ചിരിയോടെ കിടക്കുകയാണ്. അജു കയ്യിലെടുത്ത ടവൽ അവിടെ ഇട്ട് അവൾക്ക് മുകളിലേക്ക് ചാടി. അവനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നീക്കം കണ്ടത് അവളൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴാണ് അങ്ങനെ വിളിക്കേണ്ടതെന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിനക്ക് സ്നേഹിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? അജുവിൻ്റെ ആ ചോദ്യത്തിന് നന്ദു ഒന്ന് ചിരിച്ചു. അജു ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. നിമിഷങ്ങളോളം അവളുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവസാനം അവിടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കുമ്പോൾ ഒരു ചിരിയോടെ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അവൾ. നന്ദ, ഈ കിടത്തിന് കിടന്നാലേ ഞാൻ മനസ്സിൽ കണക്കൂട്ടിയ പലതും നടന്നെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് നിർത്താം. അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. കണ്ണു തുറന്നില്ല. അജു ആ വിടർന്നു നിൽക്കുന്ന ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തിക്കൊണ്ട് അവളിൽ നിന്ന് അകന്നു. അവൻ ബാത്റൂമിൽ കയറിയതും നന്ദു കണ്ണുകൾ തുറന്നു. അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ടേബിളിൽ നിന്ന ഫോൺ ബില്ലടിച്ചതും അവൾ ഇറങ്ങിക്കിടന്ന പുതപ്പൊന്ന് ശരിയാക്കിക്കൊണ്ട് കൈയെത്തിച്ച് ടേബിളിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു. ബാങ്കിൽ നിന്നാണ്. ആ കാര്യമൊക്കെ മറന്നുപോയിരുന്നു. അമ്മ മരിച്ചവരെ അന്വേഷിച്ച് കുറച്ച് ആശ്വാസവാക്കുകളും പറഞ്ഞുകൊണ്ട് മാനേജർ ഫോൺ വെച്ചു. നല്ല രീതിയിൽ മറുപടി കൊടുത്ത ശേഷം അവൾ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചു. ഉള്ളിൽ വിഷമമുണ്ട്. അതിന് മറ്റുള്ളവരെ അറിയിക്കണം. അതിന് നന്ദിത പഠിച്ചിട്ടില്ല. ഫോൺ ഓഫാക്കിയ ശേഷം അവൾ സ്ക്രീനിൽ തെളിഞ്ഞ അവിടെയും അമ്മയുടെയും ഫോട്ടോയിൽ തഴുകി. മനോഹരമായ ഭംഗിയുള്ള ഒരു ചിത്രം. കഴിഞ്ഞ ഓണത്തിന് രണ്ടുപേരും ഒരു സെറ്റ് സാരി കൊടുത്ത് അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങി. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയുന്നില്ലല്ലോ. ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എത്രയൊക്കെ മറക്കാൻ നോക്കിയാലും പല കാര്യങ്ങളിൽ മനസ്സിനെ പിടിച്ചിർത്താൻ ശ്രമിച്ചാലും അടുത്ത നിമിഷം ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. അജു ഫ്രഷായി ഇറങ്ങുമ്പോഴും നന്ദു അങ്ങനെ കിടക്കുന്നുണ്ട്. അനങ്ങാതെ കിടക്കുവാണ്. ടോപ്പ് ഇട്ടിട്ടില്ല. പുതപ്പ് വെറുതെ ദേഹത്തേക്ക് ഇട്ടിട്ടുണ്ട്. അജു മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അജുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. നന്ദ. ആകുലതയോടെ വിളിച്ചുകൊണ്ട് അവിടെ അടുത്ത് ബെഡിലിരുന്നു. നന്ദു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി. അജു ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കിയിരിക്കുകയാണ്. നന്ദ, എന്താ നന്ദ, എന്തുപറ്റി? വയ്യേ? ബാത്റൂമിൽ കയറുമ്പോൾ ചിരിയോടെ കിടന്നിരുന്നവളാണ് ഇറങ്ങി വരുമ്പോൾ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്. നന്ദു ഒഴുകി ഇറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി. അമ്മയെ ഓർമ്മ വന്നു. അവളുടെ ആ മറുപടിയിൽ അജു ഒന്നും മിണ്ടിയില്ല. എത്രയൊക്കെ ചിരിച്ചു കളിച്ചാലും അവൾക്കുള്ളിൽ എന്നും അതൊരു വേദനയായി തീരാ നഷ്ടമായി ഉണ്ടാവും. അജു അവൾക്ക് നേരെ കൈവിടർത്തിയും പുതപ്പ് മാറിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ബെഡിലിരുന്നു. അജു അവളെ പൊക്കിയെടുത്ത് അവനെ മടിയിലേക്ക് ഇരുത്തി. അമ്മയെ ഓർത്ത് ഒരിക്കലും എൻ്റെ നന്ദ വിഷമിക്കരുത്. നിന്നെ സംരക്ഷിക്കാൻ കഴിയുന്നവൻ്റെ കയ്യിലാണ് നീ ഉള്ളതെന്ന് നിന്റെ അമ്മയ്ക്കറിയാം. എല്ലാം കണ്ട ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. കരയരുത്, ഞാനില്ലേ. അവളൊന്നും മിണ്ടിയില്ല. അവനോട് ചേർന്ന് ആ നെഞ്ചിൽ പറ്റി ചേർന്നിരുന്നു. കഴുത്തിലൂടെ രണ്ട് കൈയും ചുറ്റിയിട്ടുകൊണ്ട് അവനോട് ചേർന്നിരുന്നു. ശരിയല്ലേ? ഈ വിവാഹം നടക്കാതെയാണ് അമ്മ പോയതെങ്കിലോ ഈ ലോകത്ത് ആരുണ്ട്? ആരുമില്ല. എന്നാൽ ഇന്ന് സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്തൊരു അവകാശിയുണ്ട്. അവൻ മാത്രം മതി. എന്തിനും ഏതിനും അവൻ മാത്രം മതി.
നന്ദു അവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണുകൾ അവളിലായിരുന്നു. നന്ദു ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അജു മറുപടിയായി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. നിനക്ക് ഞാനുണ്ട്, എൻ്റെ മരണം വരെ ഞാനുണ്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിൽ അമർത്തി മുത്തി. നന്ദു ഒരു ചിരിയോടെ അവനെ നോക്കിയിരുന്നു. ആരും വേണ്ട, ഈ ഉള്ളവൻ മാത്രം മതി. അജുവും നന്ദുവും താഴേക്ക് പോകുമ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. നന്ദു വരുന്ന കണ്ടതും പത്മാവതി കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി. ഹലോ അമ്മായി, എങ്ങോട്ടാ? കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോഴേ അവനവൻ കഴിച്ച പ്ലേറ്റ് കൊണ്ടോണെന്ന് അറിയില്ലേ? ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാ? കുഴിയിലേക്ക് എടുക്കാറായില്ലേ? പ്ലേറ്റ് എടുക്കാതെ കൈ കഴുകാൻ പോയ പത്മാവതിയെ നോക്കി പിന്നിൽ നിന്ന് നന്ദു വിളിച്ചു പറയുമ്പോൾ അജു അവളെ ഒന്ന് തുറിച്ചു നോക്കി. പെണ്ണ് വെറുതെ ഓരോ പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ കിടന്ന് കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ തള്ളയുടെ പാട്ടിന് പൊക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ? അജു നന്ദുവിനെ നോക്കിയൊന്ന് പല്ലുകടിച്ചു. പത്മാവതി നന്ദുവിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി. മറുപടിയൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അവളോട് ജയിക്കാൻ കഴിയില്ല, പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. അതായിരുന്നു അവരുടെ മനസ്സിൽ. നാശം, നിന്റെ നിറം കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൾ എണീറ്റ് പോയി. നിനക്ക് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് വന്ന് കഴിച്ചാൽ പോരെ? പത്മാവതി എണീറ്റ് പോയ ദേഷ്യത്തിൽ രാവണി നന്ദുവിന് നേരെ ചീറി. നന്ദു അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണ് കാണിച്ചുകൊണ്ട് അവനോട് ഇരിക്കാൻ പറഞ്ഞു. അവനിരുന്നു. അവനോടടുത്ത് അവളിരുന്നു. നിറം കണ്ട എണീറ്റ് പോകുന്നവർക്ക് നേരത്തെ ഭക്ഷണം കഴിച്ച് റൂമിൽ വാതിലടച്ചിരിക്കണം. അല്ലാതെ നിറം കാണാൻ വേണ്ടി ഇതിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കരുത്. ഈ പറഞ്ഞത് നിനക്ക് ചെയ്താലെന്താടി? നിനക്കങ്ങ് വാതിലടച്ചിരുന്നാ പോരെ? അതിന് നിറം കണ്ട അലർജി വരുന്ന എഴുന്നേറ്റ് പോകുന്ന ഞാനല്ലോ, നിങ്ങളുടെ മരുമകളല്ലേ. അപ്പം ഞാനല്ല, അവർ തന്നെയാ വാതിലടച്ച് റൂമിലിരിക്കേണ്ടത്. രാവണിക്ക് നേരെ ഉരുളക്കുപ്പേര് പോലെ മറുപടി എടുക്കുന്ന നന്ദുവിനെ ഒരു ചിരിയോടെ നോയിക്കൊണ്ട് ജാനുവും സേതുമ്മയും ഇരുന്നു. പാർവതി അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതവളുടെ രോമത്തിൽ പോലും ഏൽക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അമ്മ കഴിക്ക്, ഇവളോടൊക്കെ സംസാരിക്കുന്ന നമുക്ക് തന്നെയാ നാണക്കേട്. പാർവതി നന്ദുവിനെ നോക്കി ഇത്തിരി കടുപ്പത്തിൽ പറയുമ്പോൾ നന്ദു മുന്നിലുള്ള പാത്രത്തിലേക്ക് വിളമ്പിക്കൊണ്ടു ചിരിച്ചു കൊടുത്തു. കാണാവണ വർത്തമാനം പറയാൻ കഴിച്ച് എണീറ്റ് പോതാളേ. നന്ദുവിന്റെ ആ വാക്കിൽ കേട്ടത് അജു ശരിക്കും ഞെട്ടി. ഈ പെണ്ണിന് എന്തിന്റെ കേടാ? വെറുതെ പോയി ചൊറിഞ്ഞിട്ട് വായി തോന്നിയൊക്കെ പറയണം അവള്. അജു പതി അവന്റെ ഇടത്തേക്ക് ആയിക്കൊണ്ട് അവിടെ തുടയിലൊന്ന് അമർത്തി. നന്ദു അജുവിനെ നോക്കിയൊന്ന് കണ്ണി ചിമ്മി. ഇതൊക്കെ വെറുതെ അല്ലേടാ കുട്ടാ, നീ കഴിച്ചോട്ടോ, വാ പൊളിക്ക്. അവിടെ ആ കൊഞ്ചിക്കൽ കൂടെ കേട്ടതും അജുവിന്റെ വാ പൊളിഞ്ഞു. ജാനുവും സേതുമേ അവന്റെ മുഖത്തേക്ക് നോക്കി. പ്ലിങ്ങിയിരിക്കുകയാണ് അവൻ. അവനിപ്പോൾ യാതൊരു കുഴപ്പമില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവന്റെ ആ ഭാവങ്ങൾ കാണുമ്പോൾ അവൾക്ക് ശരിക്കും ചിരി വന്നു. എങ്ങനെ നടന്ന ചെക്കനാ ആ ചെറുക്കനെ ആ പെണ്ണിരുന്ന് കൊഞ്ചിക്കുന്നു. സേതുമ പതിയെ ജാനുവിന്റെ ചെവിയിൽ പറയുമ്പോൾ ജാനു ചിരിച്ചു. ശരിയാണ്, ആരെങ്കിലും കാണാത്ത ഗൗരവവും ദേഷ്യവും വാശിയുമൊക്കെയാണ് അവനിൽ. സ്നേഹമുണ്ട്, അത് സാഹചര്യത്തിനനുസരിച്ച് പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അതിൽ കവിഞ്ഞുകൊണ്ടുള്ള അടുപ്പം ജിത്തുവിനോട് അവന്റെ അമ്മയോട് മാത്രമായിരുന്നു. ആ ചെറുക്കനെയാണ് പെണ്ണി ഈ കോലത്തിൽ ഇരുത്തുന്നത്. അജു അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി കഴിക്കാൻ തുടങ്ങി. അവൾ വാരി കൊടുക്കാറാണ് പതിവ്. പക്ഷേ തള്ളിയോടും തിരക്കിൽ അവളത് വിട്ടു. രാവണി അവളെ ഒന്ന് കലിപ്പിച്ച് നോക്കി. ദേ തള്ളേ, നല്ല മര്യാദയ്ക്ക് ഞാൻ പറയാം, ഭക്ഷണം കഴിക്കുമ്പോഴേ കുറച്ച് സമാധാനം താ. നിങ്ങളുടെ ഈ കല്ലിച്ച മോന്തെടുത്ത് പുറത്ത് കളാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ വാരിപ്പൊറിക്ക് കഴിക്കുന്ന ഈ കൈ കൂടെ ഞാൻ ഒടിക്കും. അല്ല പിന്നെ. നന്ദു ഒരു ഭീഷണി രൂപത്തിൽ പറയുമ്പോൾ രാവണി കഴിക്കൽ മതിയാക്കി എണീറ്റ്. ഒപ്പം പാർവതി അവളെ ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് അവർ അകത്തേക്ക് പോയി. അവർ കഴിച്ച പ്ലേറ്റിലേക്ക് നോക്കി എന്തോ പറയാമെന്നവരുടെ വായിൽ അജു കുറച്ച് ചോറും അവിയലും കൂടെ തിരികെ. അജുവിന്റെ ആ പ്രവൃത്തി പ്രതീക്ഷിക്കാത്തതുകൊണ്ടും അവരോട് പറയാമെന്ന് പറയാൻ കഴിയാതെ പോലുള്ള ദേഷ്യവും നന്ദുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് വീട്ടി. ഇനിയും വായിട്ടടച്ചാലേ പിന്നെ നീ റൂമിന് പുറത്തേക്ക് ഇറങ്ങില്ല. അവന്റെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടതും അവളൊന്ന് പാവം പോലെ തലയാട്ടിക്കൊണ്ട് കഴിച്ചു തുടങ്ങി. അല്ല പിന്നെ, കുറെ നേരമായി അവിടെ ഒരു ഭീഷണിപ്പെടുത്തൽ. അവളെ നോക്കിക്കൊണ്ട് പിറുവിറുത്ത് അജുവും കഴിക്കാൻ തുടങ്ങി. രണ്ടുപേരെയും നോക്കി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് സേതുമയും ജാനുവും അവിടെ ഇരിക്കാൻ പാടുവിട്ടു. നന്ദുവിന്റെ മുന്നിലുള്ള പ്ലേറ്റിൽ നിന്ന് മുഖമുയർത്തിയില്ല. പഴയ അജുവാണെങ്കിൽ അവൾ അവരെ പറയുന്നതൊക്കെ കണ്ണുടത്തി കൗതുകത്തോടെ നോക്കിയിരിക്കും, ഒന്നും മിണ്ടില്ല. പക്ഷെ ഈ അജു അങ്ങനെയല്ല, എടുത്തിട്ട് അലക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. സേതുമയും ജാനുവും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് ഒപ്പം അവരുടെ പ്ലേറ്റ് കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അജുവും കഴിക്കൽ കഴിഞ്ഞ് എഴുന്നേറ്റ് കൈ കഴുകാൻ നടന്നു. കുറച്ച് കഴിഞ്ഞ് സേതുമ തിരിച്ചു വന്ന് ടേബിളുണ്ടായിരുന്ന രാവണിയുടെയും പാർവതിയുടെയും പത്മാവതിയുടെയും പ്ലേറ്റ് എടുക്കാൻ കൈ പൊക്കിയതും നന്ദു ഇടത്തെ കൈ കൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. വനജേച്ചി എവിടെ? അത് ചോദിക്കുമ്പോൾ അവളുടെ പുരികം ചുളിഞ്ഞു. ഇങ്ങനെയുള്ളതെല്ലാം വനജേച്ചിയാണ് ചെയ്യാറുള്ളത്. അതാണ് അവളെ എടുത്ത് ചോദിക്കാൻ കാരണം. വനജേച്ചി ഒന്ന് അവരുടെ വീട് വരെ പോയിരിക്കുക, ഇന്ന് വരില്ല. സേതുമ പറഞ്ഞു. നന്ദുവിന്റെ മുഖം തിളങ്ങി. എന്തൊക്കെയോ കത്തിയ പോലെ അവളൊന്ന് ചിരിച്ചു. സേതുമ പൊക്കോ, ഇതെവിടെ ഇരിക്കട്ടെ, ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നന്ദു ഒരു ചിരിയോടെ പറയുമ്പോൾ സേതുമയുടെ മുഖിച്ചുളിഞ്ഞ്. സേതുമൊന്നും ആലോചിക്കേണ്ട, ചെല്ല്, എല്ലാം ഞാൻ നോക്കിക്കോളാം. പോയി കുറച്ചു നേരം ഉറങ്ങിക്കോ, ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്യാം. ഒന്നിത്തള്ളി സേതുമയെ പറഞ്ഞു വിട്ടുകൊണ്ട് അവൾ അവളുടെ പ്ലേറ്റ് കയ്യിലെടുത്ത് തിരിഞ്ഞതും അവളെ നോക്കി ഗൗരവത്തിൽ നിൽക്കുന്ന അജു. അവളൊന്ന് ചിരിച്ചു, ഒരുമാതിരി ഇടി. അജു ഗൗരവം വിടാതെ തന്നെ അവിടെ അടുത്തേക്ക് വന്ന് അവളുടെ ടോപ്പിൽ കൈ തുടച്ചു. ശേഷം അവളോട് ചേർന്ന് നിന്ന് അവിടെ ഷോട്ടിൽ അവൻ്റെ ചുണ്ടും തുടച്ചു. നന്ദുവിൻ്റെ കണ്ണുകൾ വാഷ് ബേസിൻ്റെ അടുത്ത് തൂക്കിയിട്ടിരിക്കുന്ന ടവലിലേക്ക് പോയി. ഓരോ പൊല്ലാപ്പെടുത്ത് തലയിൽ വെക്കിട്ടോ,
അവസാനം ഇതിനൊക്കെ കൂടെ തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ കൂടെ കാണില്ലേ? അതൊക്കെ പറച്ചില്ലല്ലേ അജൂട്ടാ. എൻ്റെ കൂടെ ദാ ഇതുപോലെ ഉണ്ടാകും, പറ്റുണ്ടോ? അവൻ പറഞ്ഞ് പൂർത്തിയാക്കിയ നിമിഷം തന്നെ അവൾ മറുപടി കൊടുത്തു. അജു മുഖം താഴ്ത്തി അവളുടെ കവിളിൽ അമർത്തി ഒന്ന് കടിച്ചു വിട്ടു. അവനകുന്നതും അവളൊരു കൂസലമില്ലാതെ അടുക്കളയിലേക്ക് നടന്നു. അജു അവൾ പോകുന്ന നോക്കി ഹാളിലെ സെറ്റിയിലിരുന്നു. നന്ദു പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഹാളിലേക്ക് വരുമ്പോൾ അവളെ കാത്തുന്ന പോലെ അജു ടി വിയിലേക്ക് നോക്കി സെറ്റിയിലിരിക്കുന്നുണ്ട്. റൂമിലേക്ക് പോയില്ലേ? അവനടുത്ത് വന്നിരുന്നുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി. ഞാൻ എൻ്റെ ഭാര്യയെ കാത്തിരുന്ന. അജു ടി വിയിലേക്ക് നോക്കിക്കൊണ്ടൊരു ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. പിന്നെ ചുറ്റും നോക്കി. എല്ലാവരും അവരവരുടെ റൂമിൽ ഉച്ചമയക്കത്തിലാണ്. മെയ്വാതിൽ ലോക്കാക്കിയിട്ടുണ്ട്. നന്ദു മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചു. പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ കടി അവന് തടുക്കാൻ കഴിഞ്ഞില്ല. തടുക്കാൻ നോക്കിയപ്പോഴേക്കും അവൾ പല്ലുകൾ ആഴത്തിൽ ഇറക്കിയിരുന്നു. അവൾ അവൻ്റെ കവിളിൽ നിന്ന് പല്ലുകൾ അടർത്തി മാറ്റിയതും അജു അവളെ തുറിച്ചു നോക്കി. വേദനിച്ചോടാ കുട്ടാ, ഇതുപോലെ തന്നെ എനിക്ക് നോക്ക് പറഞ്ഞുകൊണ്ട് അവന് നേരെ അവളുടെ കവിള് കാണിച്ചു കൊടുത്തു. ചുവന്ന തൊടുത്ത് വട്ടത്തിൽ കിടക്കുന്നുണ്ട്. അജു അവൻ്റെ കവിൾ ഒഴിയുന്നതിനോടൊപ്പം അവളുടെ കവിളിൽ അമൃത്തിയൊന്ന് മുത്തി. അവൻ്റെ ചുണ്ടാകുന്നതും അതുപോലൊരു മുത്ത അവൾ അവൻ്റെ കവിളിലും കൊടുത്തു. എന്ത് തന്നാലും ഞാൻ തിരിച്ചു തരും. നന്ദു ഒരു ചിരിയോടെ പറയുമ്പോൾ അജു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. രണ്ടുപേരും ഒരു ചിരിയോടെ ടി വിയിലേക്ക് നോക്കിയിരുന്നു. നന്ദ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളൊന്ന് മൂളി. നീ എന്തിനാടി പെണ്ണേ അവരോടൊക്കെ പോയി മുട്ടുന്നു? നിന്റെ കാര്യം നോക്കി അവിടെ അടങ്ങി ഒതുങ്ങി നിന്നാ പോരെ? അവനവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. എന്താപ്പാ അങ്ങനെ ഒരു ടോക്ക്? അവളുടെ കണ്ണു കൂർത്തു. അജു ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ അവനെ നെഞ്ചിലേക്ക് തന്നെ അണച്ചു പിടിച്ചു. ഒക്കെ ദുഷ്ടതകളാ. നീ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ. വെറുതെ എന്തിനാ? അതുകൊണ്ടാട്ടോ. അജു വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. അവന് പേടിയാണ് അവൾ അവർക്ക് കൂടി ചേർന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം. പേടിയാണോ? അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പതിയെ അവളൊന്ന് ചോദിച്ചു. അജു മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ചോദ്യം അവൻ സ്വയം ചോദിക്കുകയായിരുന്നു. അറിയില്ല, ഈ ഉള്ളവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നും ഇങ്ങനെ കാവലിരിക്കാൻ പറ്റൂ? ഇല്ല. എന്നും ഇങ്ങനെ അഭിനയിക്കാൻ പറ്റൂ? ഇല്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്നജൂട്ടാ, എൻ്റെ കാര്യം ആലോചിച്ചൊരു പേടിയും വേണ്ട. നിന്നെ അടക്കം ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല നാടൻ തല്ലും കരാട്ടയൊക്കെ അറിയാം. നെഞ്ചിൽ കിടന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചിരിയോടെ പറയുമ്പോൾ അജു അവരെ നിറുക്കെ പിടിച്ചമർത്തി. ഇങ്ങനെ തലതിരിഞ്ഞൊരു പെണ്ണ്. പിന്നെ ഉത്സവത്തിന് അജുവിൻ്റെ അപ്പച്ചി വരുന്നുണ്ടത്രേ. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവൾ പറഞ്ഞതും അജു മനസ്സിലാവാതെ അവളെ നോക്കി. അപ്പച്ചിയോ? അത് പറയുമ്പോൾ അവൻ്റെ നെറ്റി ഒളിഞ്ഞു. പണ്ടേതൊരു ക്രിസ്ത്യാനി ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയ രാവണിയുടെ ഒരേ ഒരു പുത്രി. ഓ, അവരോ? കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു. വീട്ടിലുള്ളവരെ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, പിന്നെയാണ് പുറത്തുനിന്ന് ഓരോ മാരണങ്ങൾ. മിക്കവാറും ആ രാക്ഷസി തള്ളയുടെ സ്വഭാവം തന്നെയാണ്. ആവുന്നില്ല, സേതുമ്മ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആണ്. ഇവരൊക്കെ വന്നിട്ട് എൻ്റെ തലയിൽ കയറി നിരങ്ങുവെന്ന് എൻ്റെ പേടി. നീ അവരുടെ തലയിൽ കയറി നിരങ്ങുമെന്നാ എൻ്റെ പേടി. ചിരിയോട് അജു പറയുമ്പോൾ അവൾ അവനെ തുറിച്ചു നോക്കി. അജു ഒന്ന് ചിരിച്ചു. ചിരിച്ചു മയക്കൊന്നും വേണ്ട, ഞാൻ വീഴില്ല. നീ വീഴണ്ട, നിന്നെ വീഴ്ത്താൻ എനിക്കറിയാം. അജു അത് പറഞ്ഞുകൊണ്ട് റിമോട്ട് കയ്യിലെടുത്തുകൊണ്ട് ടി വി ഓഫാക്കി. നന്ദുവിനെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി. നന്ദു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അജൂട്ടാന്ന് വിളിക്കാൻ തോന്നില്ലേ പറഞ്ഞുകൊണ്ട് അവിടെ മൂക്കിലും തട്ടി. നന്ദു ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. പക്ഷേ എനിക്ക് ആ വിളി കേൾക്കാൻ തോന്നുന്നുണ്ട്, വല്ലാത്ത കൊതി തോന്നുന്നുണ്ട്. ആണോ? കളിയാക്കിക്കൊണ്ട് പെണ്ണ് ചോദിച്ച നിമിഷം തന്നെ അവൻ അവളെ കയ്യിൽ കോരിയെടുത്ത് മുകളിലേക്ക് നടന്നിരുന്നു. പോകുന്ന പോക്കിൽ ടേബിളിരിക്കുന്ന 3 പ്ലേറ്റിലേക്ക് അവൾ നോക്കി. ആ രാക്ഷസികൾക്ക് പണിയെടുക്കുമ്പോൾ എന്തൊരു സന്തോഷം. അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. അജു നേരെ ബെഡിൽ കൊടുന്നിട്ട ശേഷം വാതിൽ ലോക്കാക്കി അവൾക്ക് മുകളിൽ വന്ന് കിടന്നു. നേരത്തെ കിടന്നുറങ്ങിയോണ്ട് ഇനി പുറക്കൊന്നും വരില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞും ചെയ്തും കിടക്കാം, അല്ലേ? അല്ല, ഈ പറഞ്ഞ ആൾ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ, ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി തിരിഞ്ഞിടുന്നവൾ. പിന്നെ നീ ഇപ്പോൾ ഉറങ്ങി തന്നെ. ഒരു കൈ കൊണ്ട് ചെക്കനെ അവളെ മലർത്തി കിടത്തി. വല്ലാത്ത കഷ്ടമുണ്ട് കേട്ടോ അജു, എനിക്ക് ഉറങ്ങണം. നീ രാത്രി ഉറങ്ങിയാൽ മതി. പറ്റില്ല, നാളെ ഉച്ചയ്ക്ക് കിടക്കാൻ പറ്റില്ല. എനിക്ക് നാളെ മുതൽ ജോലിക്ക് പോകാനുള്ളതാണ്. അപ്പം എൻ്റെ ഉച്ചയ്ക്കത്തെ ഉറക്കം ഞാൻ മിസ് ചെയ്യും. പിന്നെ സൂര്യമംഗലത്ത് അർജുൻ പ്രതാപവർമ്മയുടെ ഭാര്യ ജോലിക്ക് പോയിട്ട് വേണ്ടേ നമുക്ക് ജീവിക്കാം? ചെക്കനത് പറഞ്ഞു തീർന്നു. പെണ്ണവനെ മലർത്തി കിടത്തി അവനെ മുകളിൽ കയറിയിരുന്നു. ദേ ഒരുമാതിരി മൂരാച്ചി ഭർത്താക്കന്മാരെ പോലെ വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ കൊന്നങ്ങ് കളയും ഞാൻ. അല്ല പിന്നെ പെണ്ണ് കണ്ണൂരിട്ടി ദേഷ്യത്തിൽ പറയുമ്പോൾ അജു ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഈ ദേഷ്യം വല്ലാത്ത ഇഷ്ടമാണ്. അജു ഒന്നും മിണ്ടാതെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് കിടത്തി. പെണ്ണിൻ്റെ മുഖം അപ്പോഴും കടന്നൽ കുത്തിയ പോലെ വിയർത്തിരിക്കുകയാണ്. തുടരും.
ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.